പറഞ്ഞേ പുള്ളി തപസ് ചെയ്തിട്ട് ആ മേനക പിന്നെ മുമ്പിൽ ചെന്ന് സിനിമാറ്റിക് ഡാൻസ് കളിച്ച് പുള്ളിയെ തപസ് മുടക്കിയിരുന്നു. ഈ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന തുടങ്ങി തപസ് ചെയ്ത് ഞങ്ങളൊക്കെ എന്നെ ചെയ്യും. അച്ഛാ എനിക്ക് സിനിമാറ്റിക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അച്ഛാ. ജടയിൽ വെച്ച പേരടിക്കും, താഴെ വെച്ച ഉറുമടിക്കും, ജടയിൽ വെച്ച മൂത്രമടിക്കും, ഡെസ്കിൽ വെച്ച ഡിസ്കോ കളിക്കും, കോളേജിൽ വെച്ച ലൈൻ അടിക്കും. എന്ന് കരുതി കെട്ടി തൂക്കിയിട്ട് വളർത്തിയ നിനക്ക് സിനിമാറ്റിക് ഡാൻസ് പഠിക്കണമെന്നോ? സാധ്യമല്ല. അച്ഛൻ എവിടെ പോന്നു? എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം. അച്ഛൻ എന്തിനാ ടൗണിൽ പോന്നേ? അച്ഛൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം. കഴിഞ്ഞ ദിവസം ഒരു രസം ഉണ്ടായി. എന്താ? അച്ഛൻ കാട്ടിൽ ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്നപ്പോ നമ്മുടെ വില്ലേജ് ഓഫീസർ വന്നിട്ട് അച്ഛൻ ഒറ്റക്കാലിലാണെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ വികലാംഗ പെൻഷന്റെ കാര്യം കൂടി ഒന്ന് അറിയണം. ഓക്കേ. അയ്യോ എന്റെ പൊന്നുമോളെ, ഞാൻ വെടിവെക്കാൻ വന്നതല്ല. ഞാൻ ഈ തോക്കുമായിട്ട് നടക്കണ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞാനാണ് വെടിവെക്കുന്നത്. സത്യത്തിൽ ഞാൻ ഉന്നം മാത്രമേ വയ്ക്കാറുള്ളൂ. വെടി കംപ്ലീറ്റ് വയ്ക്കുന്നത് എന്റെ വടന്മാരല്ലേ. മനസ്സിലായില്ല. ഞാനാണ് ദുഷ്യന്ത മഹാരാജ. ഭഗവതി ഭഗവതി, നീ ആരാണ്? ഞാൻ കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തള. സ്നേഹമുള്ളവരെന്നെ ശകുന്ന് വിളിക്കും. എന്റെ ശകു. അല്ല, ഏതോ വൃത്തികെട്ട പിള്ളേര് ബബിൾക്ക് ചവച്ചിട്ട് തുപ്പിയത് എന്റെ കാലിൽ പറ്റിയത്. എന്ന് നോക്കിട്ടല്ലേ. താങ്ക് യു ദുഷ്യേട്ടാ. ശകു. എന്താ ദുഷ്യേട്ടാ? ആദ്യ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിന്നെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? അല്ല, എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഇത് വിളകളെ നശിപ്പിക്കുന്ന ഇലയുരുട്ടി പുഴു, മൂഞ്ഞ, കൊമ്പൻചെല്ലി, വണ്ട്, വാറ്റ, പ്രാണി എന്നിവയ്ക്കുള്ള ഉത്തമ പ്രതിവിധി T20. ആട്ടെ, ഇത്രയും ധീരനായ അങ്ങേക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? കരളിന്റെ ലിവറെ കുളിരേറി അടിപൊളിയാ ശകുവേ പ്യാരിയാ കാട്ടി കറുത്തി ഓടിക്ക തോൽക്കുന്ന നിന്റെ നോട്ടം ഞവണിക്ക പോലുള്ള നിന്റെ കണ്ണുകളിൽ വീണന്റെ കുറുമ്പി എന്റെ അസ്പരസാണ് നീ കരളേ കരളിന്റെ ലിവറെ കുളിരേറി അടിപൊളിയാ ശകുവേ പ്യാരിയാ കാട്ടി നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാതെ ആ മാലിന്യ നദിയുടെ തീരത്ത് പോയി കണ്ണാടി നോക്കി നിൽക്കാം. വാ ദുഷ്യേട്ടാ. ഷാബുവിന്റെ ഒരു കാര്യം. ദുഷ്യേട്ടന്റെ ഒരു നാണം. ആണോ? എനിക്കോ? എടി ഒരു നാണമില്ലാത്തവനാണ്. നീ വാ. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കിയിരുന്ന ബോറടിച്ച ദുഷ്യന്തനും ശകുന്തളയും തിരിച്ച് ആശ്രമത്തിലേക്ക്. എന്താ പ്രാണി? അങ്ങനെക്ക് ഇപ്പൊ തന്നെ സത്യം ചെയ്തു തന്നു. എന്ത് സത്യം? എന്നെ കല്യാണം കഴിക്കാമെന്ന്. അടിപൊളി പെണ്ണെ, എന്നെ ലൈൻ അടിച്ചവളെ, എന്നെ ചുറ്റി നടന്നവളെ, എന്നെ കണ്ണു കാണിച്ചവളെ, മകരം കുംഭം വീടും ജലവും കത്തിയിടം കഴിഞ്ഞാൽ പെണ്ണ് നിന്നെ കെട്ടി ഞാൻ കൊണ്ടുപോകാം. ഇത് ഞാൻ ഇപ്പോൾ തന്നെ സത്യം ചെയ്താ. എനിക്ക് ചാകു 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 ചാകു. ഇത് സത്യം 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 സത്യം. ചാകു 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 ചാകു. ഇത് സത്യം 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 സത്യം. ശകു, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഒരു തരുന്ന ഈ
റോൾഡ് ഗോൾഡിന്റെ മുദ്രമോതിരം നീ എന്ത് ചെയ്യും? ഞാൻ ഇത് മുളകുംപാട്ടിൽ ഊരിയിടും. മുളകുംപാട്ടിൽ എന്തിനാ? ഇത് കൈ കിടക്കണ കണ്ടാലേ അച്ഛൻ അത് ഊരിക്കൊണ്ടേ കള്ളു കുടിക്കും. പിന്നെ ശബു, സമയം വളരെ വൈകി. ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. അതെന്താ? പെട്ടെന്ന് എന്തില്ലെങ്കിലേ ഭടന്മാര് കൊട്ടാരം അടച്ചുകൂട്ടി കിടന്ന് ഉറങ്ങിക്കളയും. ഞാൻ പോട്ടെ ശബു. ബൈ ബൈ. ഈ പട്ടിക്ക് ഏതാ? നാം ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഈ നമ്മളെ മൈൻഡ് ചെയ്തിട്ടല്ലേ? നിന്റെ മൈൻഡ് ആകെ മാറിയിരിക്കുന്നു. നെവർ മൈൻഡ്. അയ്യോ, അങ്ങ് എപ്പോഴും വന്നു? ഞാൻ കണ്ടില്ല ദുർവാസനാണെങ്കിലേ. ഓ, നീ കണ്ടില്ലല്ലേ? ഐ വിൽ പ്രാക് യു. എന്നുവെച്ചാ നിന്നെ ഞാൻ പ്രാകാൻ പോവാ. അയ്യോ, എന്നെ പ്രാകരുതേ. നിന്റെ പ്രാകും എന്റെ അമ്മച്ചാണ്. നിന്നെ ഞാൻ പ്രാകും. ഞാൻ വന്നപ്പോൾ നീ ആരെ ഓർത്തിരുന്നു? അവനും അവന്റെ ഫാമിലിയും നിന്നെ മറന്നു പോകട്ടെ. അയ്യോ അയ്യോ അങ്കിൾ, ഈ പ്രാക്ക് നിങ്ങൾ തിരിച്ചെടുക്കണം. സാക്ഷ്യമല്ല, ഞാൻ ഒരു തടവ് പ്രാക്, അത് 100 തടവ് പ്രാക് മതി. എന്റെ എല്ലാമായ പ്രാണനാഥൻ എനിക്ക് നൽകിയ ഈ മുദ്രമോചനം തരാം. അപ്പൊ അവനത് തിരിച്ചു വെച്ചാൽ നീ എന്തോ പറയും? ഒരു സ്രാവ് വിഴുങ്ങിയെന്ന് പറയും. ഏത് സ്രാവ്? ഒരു മുട്ടൻ ദുർവാസ്രാവ്. ഓക്കെ, നീ ആയതുകൊണ്ട് പ്രാക്കിന് ഞാൻ ഒരു 50% ഡിസ്കൗണ്ട് തരും. നീ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ നീ ഓർത്തിരുന്നവൻ നിന്നെ ഓർമ്മിക്കും. ഓക്കെ, I am Durvasram. Just remember that. ഷീറ്റോ? അല്ല, ഷീറ്റ്. കാലമാരൻ രാവിലെ തന്നെ ഒരു കെട്ട് പ്രാക്കുമായിട്ടെന്ന് ഇറങ്ങും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുത്തിനെ മനസ്സമാധാനത്തോടെ പ്രേമിക്കാന്ന് വിചാരിക്കണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ തലയിൽ ഇടുത്തി വീഴണേ. അയ്യോ, അച്ഛനെയല്ല, ആ ദുർവാസ്രാവിനെ. അവൻ വന്നിട്ട് പോയാ? ആ, ഒരു മലമ്പുരട്ടില്. എനിക്ക് തോന്നി നിനക്ക് മനം പുരട്ടുമെന്ന്. അയ്യോ അച്ഛ, അതല്ല. പിന്നെ വല്ലാത്ത ഒരു പൂതി, കുമ്പനുമില്ലാത്ത ഒരു പൂതി. സത്യം പറയോ? ആരാണ് ഇതിന് ഉത്തരവാദി? വേട്ടയ്ക്ക് വന്നപ്പോ വഴി തെറ്റി വന്ന ദുഷ്യന്ത മഹാരാജാവ്. ഈ കണ്ണൂർമഹർഷിയുടെ കണ്ണൂന്ന് തെറ്റിയപ്പോൾ വഴി തെറ്റി വന്നവൻ എന്റെ മകളെ വഴി തെറ്റിച്ചല്ലോ. വേഗം നിന്റെ ഉൾപ്പെട്ട് റെഡിയാക്കോ. ഞാനൊരു ഓട്ടോ ശ്രമിച്ചിട്ട് വരാം. നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ കൊട്ടാരത്തിലേക്ക് പോകണം. ശരി അച്ഛ. സാധാരണ എല്ലാവരും നമ്മെ മുഖമാണല്ലോ കാണിക്കാറ്. എന്നാൽ മോന്റെ കുളമായതുകൊണ്ടായിരിക്കും വയറ് കാണിക്കാനാണെന്നാ എന്റെ അടുത്ത് പറഞ്ഞു. വയറ് കലന്ന് വയറ് പറയൂ. മനസ്സിലായില്ലോ പ്രഭു, എന്റെ മകളുടെ കുട്ടി അങ്ങയുടെ വയറ്റിൽ വളരുന്നുണ്ട്. സോറി, ടെൻഷൻ കാരണം വയറ് മാറിപ്പോയതാണ്. അങ്ങയുടെ കുട്ടി എന്റെ മകളുടെ വയറ്റിൽ വളരുന്നുണ്ട്. അത് ശരി, എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. ഓഹോ, ഞാൻ ഈ പെണ്ണിനെ അറിയുന്ന പോലുമില്ല. അത് ശരി. എടോ കിളവാ, വിത്തോണം കൊട്ടാരം വിത്തോണം. ഇടപെടുകയോ ആ കൊച്ചിനെ കൊണ്ടിപ്പോ കൊട്ടാരം വിത്തോണം. ആ വിത്തോണം കൊട്ടാരം വിത്തോണം. ഇടപെടുകയോ ആ കൊച്ചിനെ കൊണ്ടിപ്പോ കൊട്ടാരം വിത്തോണം. ഈ നാട്ടിൽ എന്നെ നടന്നെടുത്താൽ കൊട്ടാരം വിത്തോണം. ഈ കൊട്ടാരവാസികളൊന്നും അറിയാതെ വിത്തോണം. തന്റെ കാര്യം വീച്ചക്ക് ദൈവത്തിന് മുമ്പ് തൊട്ടിന് വിത്തോണം. ഈ കെട്ടാത്ത പെണ്ണിന്റെ കുട്ടിയെ കൊണ്ടുതാൻ കൊട്ടാരം വിത്തോണം. ദുഷ്യേട്ടാ, അങ്ങനെ ഓർക്കുന്നില്ലേ? ഇല്ല. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കിയിരുന്നതും കൈ കോർത്ത് പിടിച്ചതും എന്റെ എല്ലാം അങ്ങ് കാണുന്നെടുത്തതും ഓർക്കുന്നില്ലേ? വേണ്ട അച്ഛ, ഇങ്ങനെ നമുക്ക് ക്രൈമിൽ എഴുതി നാട്ടിക്കണം അച്ഛ, നാട്ടിക്കണം. ഞാൻ സമ്മതിച്ചു. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഒരു വ്യവസ്ഥ, നിങ്ങൾ ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഈ രാജ്യവും ഈ കൊട്ടാരവും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഇവർക്കും കൊച്ചിനും
രാജ്യം എഴുതി കൊടുക്കും. മറിച്ച് ഇവൾ ഗർഭിണിയല്ലെന്നെങ്ങാനും തെളിഞ്ഞാൽ രണ്ടിലെയും ഞാൻ പുറകിലടക്കും. അങ്ങ് എന്താ പറഞ്ഞത്? ഇവൾ ഗർഭിണിയാണെങ്കിൽ ഈ രാജ്യവും ഇവിടത്തെ കൊട്ടാരവും ഇവിടത്തെ എല്ലാ സ്വത്തുക്കളും എന്റെ മകളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്നോ? കൊടുക്കും.